ശരൺ സാർ. ഹലോ ശരൺ സാർ. ഹലോ. സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ട്. ഓ, ഓക്കെ. അപ്പം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മുടെ സ്റ്റുഡൻറ്റ് എംപവർമെൻറ്റ് ആൻഡ് ട്രെയിനിങ് സെറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേലക്കരയുടെ 17ാമത്തെ വെബിനാർ സെഷനാണ് ഇന്ന് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ റിസോഴ്സ് പേഴ്സണായിട്ട് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ റിസോഴ്സ് പേഴ്സണായിട്ടുള്ളത് മിസ്റ്റർ ശരൺ KB ആണ്. അദ്ദേഹം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് നെയ്യാറ്റിൻകരയുടെ ലെക്ചററാണ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ലെക്ചററാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹം അസിസ്റ്റൻറ്റ് പ്രൊഫസറായി സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ക്വാളിഫിക്കേഷൻസിൽ നമുക്കറിയാം ഗേറ്റ് ക്വാളിഫൈഡ് ആണ്, UGC നെറ്റ് വിത്ത് JRF ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ IEDC നോഡൽ ഓഫീസറായിട്ട് വിവിധ സ്ഥാപനങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിലുള്ള സ്ഥാപനത്തിലും IEDC നോഡൽ ഓഫീസറാണ്. OIP ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ കോർഡിനേറ്ററാണ്. അതുപോലെ തന്നെ സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാമിൽ റിസോഴ്സ് പേഴ്സണായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോബോട്ടിക്സ് വർക്ക്ഷോപ്പ്, അതുപോലെ തന്നെ IoT, അതുപോലെ തന്നെ മറ്റു പല കോളേജുകളിലും ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ റിസോഴ്സ് പേഴ്സണായിട്ട് സാറ് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യന്ത്ര റോബോട്ടിക്സ് ട്രെയിനിങ് കിട്ടിയ ഫാക്കൽറ്റി മെമ്പറാണ്. അതുപോലെ തന്നെ MATLAB ട്രെയിനിങ് കിട്ടിയ ഫാക്കൽറ്റിയാണ്. അതുപോലെ തന്നെ AICTEയുടെ അഡൽ FDP പ്രോഗ്രാമുകളും, അതുപോലെ തന്നെ ടെക്സാസ് ഇൻസ്ട്രുമെൻസിൻ്റെ FDP ഓൺ IoTയും സാറ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ കോഴ്സറ കോഴ്സസ് സാറ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൈത്തോൺ, C++, എംബഡഡ്, അതുപോലെ തന്നെ MATLAB എന്നീ പ്രൊഫഷണൽ ടെക്നിക്കൽ സ്കിൽസും സാറിൻ്റെ കീഴിലുള്ളതാണ്. അതുപോലെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഐഡിയ ഗ്രാൻറ്റും, അതുപോലെ തന്നെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രൊജക്റ്റ് ഗ്രാൻറ്റും സാറിന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്സിൻ്റെ ഈ ഒരു വെബിനാർ സെഷന് വേണ്ടി ഏതൊക്കെ രീതിയിലായാലും നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും എമിനൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാക്കൽറ്റി മെമ്പറാണ് നമ്മുടെ ശരൺ സാർ. നമുക്കറിയാം നമ്മുടെ സ്റ്റുഡൻറ്റ് എംപവർമെൻറ്റ് ആൻഡ് ട്രെയിനിങ് എൻ്റെ ഭാഗമായിട്ടുള്ള 17ാമത്തെ വെബിനാർ സെഷനാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇതിനു മുന്നേയുള്ള വെബിനാർ സെഷനുകൾ നമുക്ക് അറിയാം, നമ്മൾ നമ്മുടെ വേരിയസ് ഫാക്കൽറ്റി മെമ്പേഴ്സ് നമുക്കിതിൽ പങ്കെടുത്തിട്ടുള്ളതായിരുന്നു ഇതിന് മുന്നേയുള്ള വെബിനാർ സെഷനുകളെല്ലാം. ഇതിൻ്റെ എല്ലാം യൂട്യൂബ് ലിങ്ക് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേലക്കരയുടെ വെബ്സൈറ്റിൽ യൂട്യൂബ് ചാനലിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വെബിനാർ സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ശരൺ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു സാർ. ഹലോ എവരിവൺ. ഓഡിയോ ക്ലിയർ ആണെന്ന് കരുതുന്നു. ക്ലിയർ ആണ് സാർ. ഓക്കെ. എല്ലാവർക്കും സ്ക്രീന് കാണാമെന്ന് കരുതുന്നു. സ്റ്റുഡൻസിന് കാണുന്നുണ്ടല്ലോ അല്ലേ?
ഒന്ന് ചാറ്റിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. ഓക്കെയാണ് സാർ. ഓക്കെ ഓക്കെ ഫൈൻ. സോ വൺസ് അഗെയിൻ താങ്ക് യു ഷൈൻ സാർ, ഇങ്ങനൊരു ചാൻസ് തന്നതിന്. സോ എനിക്ക് തോന്നുന്നു ഈ പാർട്ടിസിപ്പൻസിൽ മെജോറിറ്റിയും ചേലക്കര പോളിടെക്നിക് കോളേജിലെ സ്റ്റുഡൻസ് തന്നെയാണെന്നുള്ളതാണ്. ഓക്കെ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്സ്. ഓക്കെ. അപ്പോൾ ഇത് ഒരു വെബിനാർ സെഷനാണ്. വെബിനാർ എന്ന് പറയുന്നത് നോർമലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂച്വൽ ഡിസ്കഷനാണ്. അപ്പോൾ എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും സ്ലൈഡിലോ ഞാൻ കാണിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിൽ വരിക. ചാറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് മെൻഷൻ ചെയ്യാം, ഞാൻ അതിനനുസരിച്ചിട്ട് റിപ്ലൈ തരാം. ഓക്കെ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം. കാരണം ഞാൻ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എനിക്കറിയത്തില്ല. അപ്പോൾ അതും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. സോ ഓൾറെഡി ഷൈൻ സാറ് എന്നെക്കുറിച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞു. എന്നിരുന്നാലും ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. എൻ്റെ പേര് ശരൺ. ഞാൻ നെയ്യാറ്റിൻകര പോളിടെക്നിക് കോളേജിലെ ലെക്ചറാണ്, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ലെക്ചറാണ്. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ IEDC കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്ത സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഓൾറെഡി നിങ്ങൾക്ക് ഒരുപാട് ഈ പറയുന്ന പോലത്തെ വെബിനാർസ് സാറ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ റിപ്പീറ്റേഷൻ ആവാം. എന്നിരുന്നാലും ദയവേത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. ഓക്കെ. സോ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും സ്റ്റാർട്ടപ്പ് എന്നുള്ള ടേം. ഓക്കെ. അത് കേൾക്കാത്തതായിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നിങ്ങളെല്ലാവരും ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാൻ ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കാരണമായിരിക്കാം വന്നിട്ടുണ്ടാവുക. ഓക്കെ. ബേസിക്കലി എന്താണ് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ എന്താണ് സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ്? ഓക്കെ. സ്റ്റാർട്ടപ്പും സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പും ആക്ച്വലി കോറിലേറ്റഡ് ആണ്, പക്ഷെ അത് തന്നെ നമുക്ക് കാണാം. ഓക്കെ. എനിവേ, എന്താണ് സ്റ്റാർട്ടപ്പ്, എങ്ങനെയാണ് നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക, എന്തൊക്കെയാണ് അതിൻ്റെ ടെക്നിക്കൽ പ്രൊസീജിയേഴ്സ്, എവിടുന്ന് നമുക്ക് ഫണ്ടിങ് കണ്ടെത്താം, എങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പിനെ സ്കെയിലപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒന്ന് രണ്ട് എൻ്റെ എക്സ്പീരിയൻസിലുള്ള ഒന്ന് രണ്ട് സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ ബേസിക് സ്റ്റോറീസ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ ഞാൻ സ്ലൈഡ് ചേഞ്ച് ചെയ്യാണ്. എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ചോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ. സോ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റാർട്ടപ്പ്. ഓക്കെ. എന്താണ് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റാർട്ടപ്പും അതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ. ഞാൻ അതിനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ബിസിനസ്സാണ് റെസ്റ്റോറൻറ്റ് ചെയിൻസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ തന്നെ വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അല്ലേ? റെസ്റ്റോറൻറ്റ്സ് മാത്രമല്ല, അതുപോലെ തന്നെ പല ബിസിനസ്സുകളുണ്ട്. അപ്പോൾ എന്താണ് ഒരു ട്രഡീഷണൽ ബിസിനസ്സും നമ്മൾ ഈ പറയുന്ന സ്റ്റാർട്ടപ്പും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് അത് മനസ്സിലാക്കുക. ഓക്കെ. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ റെസ്റ്റോറൻറ്റ്സ് തുടങ്ങുന്നുണ്ട്. ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ റെസ്റ്റോറൻറ്റ് ശൃംഖലകൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ഒരുപാട് ആൾക്കാർ റെസ്റ്റോറൻറ്റ്സ് തുടങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഷോപ്പ്, ഒരു സൂപ്പർ മാർക്കറ്റ്, ഏത് തന്നെയാണെങ്കിലും നമുക്ക് കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിസിനസ് മെത്തേഡ്സ് അല്ലെങ്കിൽ ബിസിനസ് മോഡൽസുമാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ട്രഡീഷണൽ ബിസിനസ്സും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പും തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ. അപ്പോൾ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണുള്ളത്. ഓക്കെ. അപ്പോൾ ആ 3 കാര്യങ്ങൾ വരുന്നത് ഇന്നൊവേഷൻ, ടെക്നോളജി, സ്കെയിലബിലിറ്റി. ഓക്കെ. ഇതിൽ ആദ്യത്തെ 2 വേർഡ് നിങ്ങൾ എന്തായാലും കേട്ടിരിക്കും, ഇന്നൊവേഷൻ അല്ലെങ്കിൽ ടെക്നോളജി. സ്കെയിലബിലിറ്റി ചിലപ്പം കുറച്ച് പേർക്ക് അറിയാം, ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ, എന്താണ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്? എന്താണ് ഇന്നൊവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്കഷൻ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാം. നമ്മൾ 6 പേരെ ലിറ്റർ എടുക്കുന്നതിൽ 1 ലിറ്റർ എടുക്കണം. ന്യൂ ഐഡിയാസ്. ജോബിൻ വർഗീസ് കമന്റ് ചെയ്ത് ന്യൂ ഐഡിയാസ്. മറ്റേ വേറെ എന്തെങ്കിലും
ആരെയും ഒരാളുടെ മൈക്ക് ഓൺ ആണ്, ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. വേറെ എന്തെങ്കിലും എന്തായിരിക്കും ഇന്നോവേഷൻ? ഓക്കെ, പോട്ടെ, ഞാൻ തന്നെ പറയാം. ഇപ്പോൾ ജോബിൻ വർഗീസ് പറഞ്ഞതിൽ ഒരു 90% ഓക്കെയാണ്, ബാക്കി 10%. ഇപ്പോൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്. അതിലെന്താണ് പുതുതായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനോ, അല്ലെങ്കിൽ അതിൻ്റെ യൂസബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനോ, അല്ലെങ്കിൽ അതിൻ്റെ ഫീസിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനോ നമുക്ക് പുതുതായിട്ട് എന്ത് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്തിട്ട് നിങ്ങളൊരു പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഇന്നോവേഷൻ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലൊരു പെന്നുണ്ടെന്ന് കരുതുക. ഓക്കെ, ഈ പെന്നിൽ എന്തൊരു ഇന്നോവേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ യൂസബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, ആ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്ത് നിങ്ങളൊരു പുതിയൊരു പ്രോഡക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഇന്നോവേഷൻ. ഓക്കെ, അപ്പോൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലാത്തൊരു പ്രോഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഉള്ള കാര്യത്തിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്നോവേഷനായി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്സിന് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ മാർക്കറ്റിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ടെക്നോളജി. ഓക്കെ, ഇപ്പോൾ നിങ്ങളെല്ലാവരും പോളിടെക്നിക് സ്റ്റുഡൻസ് ആണ്. ടെക്നോളജി എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്സും കാര്യങ്ങളും എല്ലാം അറിയാം. ഓക്കെ, ഇപ്പോൾ എന്താണ് ടെക്നോളജി, അല്ലെങ്കിൽ എന്താണ് ടെക്നോളജിയും സ്റ്റാർട്ടപ്പും തമ്മിലുള്ള കണക്ഷൻ എന്ന് നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ എടുത്ത റെസ്റ്റോറൻറ്റ്സ് തന്നെ. നമ്മുടെ നാട്ടിലുള്ള റെസ്റ്റോറൻറ്റ്സ് നമുക്കറിയാം, പല കാറ്റഗറി ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഓരോ റെസ്റ്റോറൻറ്റിനും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റികളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു 4-5 വർഷം മുമ്പ് നമ്മൾ എന്തായാലും ചെയ്തിരുന്നത്, നമ്മൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് നേരിട്ട് ചെല്ലണം, എന്നിട്ട് അവിടെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കണം, എന്തൊക്കെയാണ് അവിടുത്തെ മെനൂസ്, എന്തൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി. ഓക്കെ, അതേസമയത്ത് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഈ പറയുന്ന റെസ്റ്റോറൻറ്റ്സിൽ ഓർഡർ ചെയ്ത് ഭക്ഷണം നമ്മുടെ വീട്ടിലെത്തി നമുക്ക് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ ഇരുന്ന് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ സൊമാറ്റോയോ അല്ലെങ്കിൽ സ്വിഗ്ഗിയോ പോലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾ ചെയ്തിരിക്കുന്നത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റ്സിനെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്നോളജി അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന ടെക്നോളജി ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഇതിനെല്ലാം ഇൻ്റർ കണക്ട് ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കി. ഓക്കെ, അപ്പോൾ അത് കാരണം നമുക്ക് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ, ഒരു യൂസർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ ഇരുന്നിട്ട് എല്ലാ ഫെസിലിറ്റിയും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത പാരാമീറ്റർ, ടെക്നോളജി. നമ്മൾ എപ്പോഴും സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അതിലൊരു ടെക്നോളജി അപ്ലൈ ചെയ്യാൻ നോക്കുക. നമ്മുടെ പ്രോഡക്റ്റിന് ടെക്നോളജിക്കലി എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ ശ്രമിക്കുക. അതാണ് സെക്കൻഡ് കാര്യം. തേർഡ് വൺ സ്കേലബിലിറ്റി. സ്കേലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ഒരു അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു മോഡലിൽ നിന്ന് അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിനെയാണ് സ്കേലബിലിറ്റി എന്ന് ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ. നമ്മുടെ സ്റ്റാർട്ടപ്പിൻ്റെ കേസിൽ സ്കേലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു, നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി മാർക്കറ്റിൽ. ഇതേ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു സഡൻ ഇൻക്രീസ്, എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് സംഭവിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അത് എക്സ്പെക്റ്റഡ് ആണെങ്കിൽ, അതാണ് സ്കേലബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നോർമലി സംഭവിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് പുതിയതായിട്ടുള്ള ഔട്ട്ലെറ്റ്സോ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അവിടെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടേയിരിക്കും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതനുസരിച്ചിട്ടായിരിക്കും നോർമൽ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ എക്സ്പാൻഷൻ സംഭവിക്കാം. അതേസമയത്ത് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ കേസിലാണെങ്കിൽ അവിടെ സംഭവിക്കേണ്ടത് ഒരു സഡൻ ഇൻക്രീസ് ആയിരിക്കണം. ഈവൻ ദോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണെങ്കിൽ പോലും നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സഡൻ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കണം. ഓക്കെ, അതിനാണ് നമ്മൾ സ്കേലബിലിറ്റി എന്ന് പറയുന്നത്. ഈ 3 പാരാമീറ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കാര്യത്തിനാണ് നമ്മൾ ബേസിക്കലി സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ കാണുന്ന ഒരു ട്രഡീഷണൽ ബിസിനസ് ആവരുത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാർട്ടപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ക്ലിയർ ആക്കി മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, അപ്പോൾ എല്ലാവരും അതിനെ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കും. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ഞാൻ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടപ്പ്. അങ്ങനെ ആവണമെന്നില്ല. ഈ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയാൽ മാത്രമേ അതിനൊരു സ്റ്റാർട്ടപ്പ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതിന്
വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് എന്താണ് സ്റ്റാർട്ടപ്പ് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ മെൻഷൻ ചെയ്യും. ഓക്കെ, എല്ലാവർക്കും സ്ക്രീൻ കാണാമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ഈസ് എൻ എൻറ്റിറ്റി, ഓക്കെ, വർക്കിംഗ് ടുവേർഡ്സ് ഇന്നോവേഷൻ. അപ്പോൾ അവിടെ ഇന്നോവേഷൻ വേണം, ഡെവലപ്മെന്റ് ഓർ ഇംപ്രൂവ്മെന്റ് ഓഫ് പ്രോഡക്ട്സ് ഓർ പ്രോസസ്. പ്രൊഡക്റ്റ് ആവാം, പ്രോസസ് ആവാം, സർവീസ് ആവാം. ഓക്കെ, ഓർ ഇഫ് ഇറ്റ് ഈസ് scalable business model with a high potential of employment generation or wealth creation. ഓക്കെ, ഇത് ഞാൻ നെറ്റിൽ നിന്ന് അടിച്ച് മാറ്റിയെടുത്ത ഡെഫിനിഷനാണ്. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാവുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. ഇനി ഇതേ ഡെഫിനിഷൻ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഓർഡർ ആക്കി ഇറക്കിയിട്ടുണ്ട്. ആ ഒരു ഓർഡറാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിങ്ക്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഓർഡറാണ്. ഓൾറെഡി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് കേരള ഗവൺമെൻറ് ഇറക്കിയ ഓർഡറാണ്. ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് സ്റ്റാർട്ടപ്പ് എന്നുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് ഈ ഒരു ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി മാത്രം പറഞ്ഞതെന്നുള്ളൂ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു അവർ സ്ലൈഡ്. ഓക്കെ, എലിജിബിലിറ്റി. ഓക്കെ, ഈ എലിജിബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് അഗെയിൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന മിനിസ്ട്രിയാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യമാണ് ദ സ്റ്റാർട്ടപ്പ് ഷുഡ് ബി രജിസ്റ്റേർഡ് ആസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓർ പാർട്ട്ണർഷിപ്പ് ഫേം ഓർ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഈ പേരുകളെല്ലാം നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് കേട്ടിട്ടുണ്ടാവും, പാർട്ട്ണർഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും, LLP. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കമ്പനികളൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്ത് നോക്കുക. ആ കമ്പനിയുടെ പേര്, പല കമ്പനികളുടെ പേരിലും ലാസ്റ്റിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുണ്ടാവും, ചില കമ്പനിയുടെ പേരിൽ LLP ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ലാസ്റ്റ് വരുന്ന എക്സ്റ്റൻഷൻ ആണ് ആക്ച്വലി ആ കമ്പനി ഏത് ടൈപ്പാണ് ഏത് രീതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ഒരു കമ്പനി ആയിട്ട് മാറ്റണമെങ്കിൽ യു ഹാവ് ടു രജിസ്റ്റർ. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രിയിൽ അണ്ടറിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് പല രീതിയിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കോമൺലി കാണുന്ന രണ്ടോ മൂന്ന് രജിസ്ട്രേഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പാർട്ട്ണർഷിപ്പ് ഓർ മനസ്സിലാക്കാൻ നമ്മൾ ഒരു രജിസ്റ്റർ ചെയ്യണം. സെക്കൻഡ്, ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 100 crore താഴെയായിട്ട് പ്രീവിയസ് തൊട്ട് മുന്നത്തെ ഇയറിൽ 100 കോടിക്ക് താഴെ ടേൺ ഓവർ ആയിരിക്കണം. സ്വാഭാവികമായിട്ടും എല്ലാ 100 കോടിക്ക് താഴെ ഒരു ഇത് വരിക. ഓക്കെ, തേർഡ് വൺ, കൺസിഡർ ആസ് എ സ്റ്റാർട്ടപ്പ് അപ് ടു 10 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ, 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ ചെയ്തിരിക്കണം. 10 കഴിഞ്ഞാൽ സ്റ്റാർട്ട് വേറെ ആയിരിക്കണം, ഉള്ളിലായിരിക്കും നിങ്ങളുടെ ഇൻകം. നാലാമത് അവസാനത്തെ ഒരു കണ്ടിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഒരിക്കലും ഒരു ബിസിനസിനെ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കരുത്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും അവസാനം. എൻറ്റിറ്റി ഫോംഡ് ബൈ സ്പ്ലിറ്റിംഗ് അപ്പോ റീകൺസ്ട്രക്ഷൻ ഓഫ് എൻ എക്സിസ്റ്റിംഗ് ബിസിനസ് ഷാൽ നോട്ട് ബി കൺസിഡർ ആസ് എ സ്റ്റാർട്ടപ്പ്. ഓൾറെഡി ഉള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണ് ഡിസ്കഷൻ വരുന്നത്. എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങുക? എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് ഒരു കോഴ്സ് കഴിയണം, കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് ജോലി വേണം. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, അതല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ജോലി വേണം എന്ന് തന്നെയായിരിക്കും പൊതുവെ ഉള്ളൊരു നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഒരു സിറ്റുവേഷൻ. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകണം. ഓക്കെ, അപ്പോൾ അതല്ലാതെ ചിന്തിക്കുന്ന, അതല്ല എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് ആവാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഒന്ന് ഓക്കെ, ഇതാണ് സ്റ്റാർട്ടിങ്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ സൈഡ് കാണിക്കുന്ന കാര്യം ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാണിച്ചത്. ഇതിനുള്ളിൽ തന്നെ ഒരുപാട് സ്റ്റേജുകളുണ്ട്.
ഈ കാണിച്ചിരിക്കുന്ന 3 കാര്യങ്ങളും സംഭവിക്കുക ചിലപ്പോൾ ഒരു 4, 5, 6 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ അത്രയും സമയം എടുത്തിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഈ 3 പോയിന്റ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവേണ്ടത് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനി തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതൊരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം സാധാരണ കാര്യമില്ല. അതിന് ടൈം എടുക്കും, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഹഡിൽസ് ഉണ്ട്, നിങ്ങളുടെ പേഷ്യൻസ് ആയിരിക്കണം, ഇതിനുള്ള സപ്പോർട്ട് നിങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എപ്പോഴും തുടങ്ങുന്നത് ഒരു ഐഡിയ എത്തി, അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഐഡിയ സ്റ്റേജിലാണ് നമ്മൾ എന്താണെങ്കിൽ ഏത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏത് സർവീസാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ എത്തിക്കാൻ പോകുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്, ഐഡിയേഷൻ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സമയമെടുക്കുന്ന ഒരു സ്റ്റേജാണ് ഐഡിയേഷൻ. നമുക്ക് ഒരുപാട് ഐഡിയകളുണ്ട്. അപ്പം നിങ്ങൾ വെറുതെ റാൻഡമായിട്ട് ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം, നിങ്ങൾ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് പല ഐഡിയാസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. ഓക്കെ, ചിലർക്ക് മൾട്ടിപ്പിൾ ഐഡിയാസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏത് ഐഡിയയും അല്ലെങ്കിൽ ഏത് ഐഡിയ ഞാൻ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റണം എന്ന് തീരുമാനിക്കണം. ഓക്കെ, അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്. നമ്മൾ മാർക്കറ്റ് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി മനസ്സിലാക്കി എന്ത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സക്സസ് ആണ് മനസ്സിലാക്കി. അതിന് ഒരുപാട് ഞാൻ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഐഡിയേഷൻ പറയുന്നത് എന്താണ് നയിക്കുന്ന സ്റ്റേജിനാണ് ഐഡിയേഷൻ. ഓക്കെ, സെക്കൻഡ് വൺ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഐഡിയ ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഇന്ന ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാനുള്ള ഒരു പ്ലാനാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ഇത് പ്രോട്ടോടൈപ്പ് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഇത് വർക്കിംഗ് ആവുമോ, സക്സസ് ആവുമോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനാണ് പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് സ്റ്റേജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, തേർഡ് വൺ നമ്മൾ ഇതിനെ സ്കെയിലപ്പ് ചെയ്യണം. അപ്പോൾ ഈ പ്രൂഫ് ഓഫ് പ്രോട്ടോടൈപ്പ് വെച്ചു, നിങ്ങൾ അതിനെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചു, ചെറുതായിട്ടൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ് സാധ്യത മാർക്കറ്റിൽ ഇത് പറഞ്ഞിലേക്ക് പോവാണ്. ഓക്കെ, ഇതിനകത്ത് എക്സ്പാൻഷൻ എന്നത് എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഷാർപ്പ് ഒരു എക്സ്പാൻഷൻ ആയിരിക്കണം. ആ പ്രോഗ്രാം സ്കെയിലപ്പ് പറയുന്നത്. ഇതിൽ ആദ്യ പോയിന്റ്, കാരണം ആസ് സ്റ്റുഡന്റ് നിങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഐഡിയേഷൻ സ്റ്റേജ്. ബാക്കി പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് അതുപോലെ സ്കെയിലപ്പും നിങ്ങൾ വൺസ് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സീറോയിൽ നിന്ന് നിങ്ങൾ ഓൾറെഡി ഉണ്ടാവും പറയാൻ പോകുന്ന കാര്യങ്ങൾ കാണിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞ ഐഡിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിലിരിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാവും, അതിൽ ഏത് പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കണം, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് സ്റ്റാർട്ടപ്പാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് ഐഡിയേഷൻ. ഇപ്പം നിങ്ങൾ എത്ര പേർക്ക് ഒരു തുടങ്ങണമെന്ന് റിയൽ ആയിട്ടൊരു ആഗ്രഹമുള്ളത് ഒന്ന് ചാറ്റിൽ ഇത്രയും കാലത്തെ ജീവിതം ഗുഡ് ജോ തോമസ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ത് പ്രൊഡക്റ്റ് എന്ത് സാധനമാണ് ഞാൻ പറഞ്ഞത്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ആഗ്രഹം ഉണ്ടോ നമുക്ക് ഒരു ഇന്ന ബിസിനസ് തുടങ്ങണം, അപ്പൊ എന്താണ് അതിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആണ് ഞാൻ, അല്ലെങ്കിൽ എന്ത് സർവീസ് ആണ് ഞാൻ കസ്റ്റമറിന് കൊടുക്കേണ്ടത്? ഓക്കെ, അപ്പൊ ഇനി ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഇല്ല, ഒന്നുമില്ല, ബ്ലാങ്ക് ആണ് നിങ്ങളെന്ന് കരുതുക. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് എന്ത് തുടങ്ങണം, അല്ലെങ്കിൽ എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റേജാണ് എംപത്തൈസ്. ഓക്കെ, ഇപ്പം എംപത്തൈസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ, പക്ഷേ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് എംപത്തൈസ്. ഇപ്പം എംപത്തൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏരിയ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിക്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്, അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്കാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തേണ്ടതെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. ഈ ആൾക്കാരിൽ ഏത് കാറ്റഗറി ഓഫ് ആൾക്കാരാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ഒരു ബിസിനസ് ഫുഡ് റിലേറ്റഡ് ആണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫുഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഇനി അതല്ല, നിങ്ങൾ മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പാണ് തുടങ്ങുന്നതെന്ന് കരുതുക. അല്ലെങ്കിൽ നിങ്ങൾ ടെക്നോളജി, വേറെ ഒരു IT സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആണെങ്കിൽ കസ്റ്റമേഴ്സ് ആരാന്ന് കണ്ടുപിടിക്കാം. വൺസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ അറിയേണ്ടത് എന്താണ് ആ കസ്റ്റമർ ഫേസ്, എന്താണ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാം.
ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്റ്റാർട്ടപ്പ് ഒരു പുതിയ ഉണ്ടാക്കാൻ പോകുക. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തിന് നമ്മൾ ഇന്നോവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുക. ആ കസ്റ്റമർ മനസ്സിലായി കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഞാൻ ഒന്ന് സ്ക്രീൻ എക്സിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പെന്ന് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിൽ ഓക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അത് പേര് വേണം നിങ്ങൾക്ക് ഇത് കൊണ്ടുവരുന്നത്. വീഡിയോ കാണുന്നില്ല, വീഡിയോ കാണുന്ന വേറെ ഇല്ല. കാണാം. ഓക്കെ, ഫൈൻ. അപ്പോൾ കാണാത്ത ആൾ ഒന്ന് അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് പ്രൊഡക്റ്റ്, ഇതായിരുന്നു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് സ്ലൈഡ് ഞാൻ എക്സിറ്റ് ചെയ്തു. ഇപ്പം ഞാൻ എൻ്റെ ക്യാമറയിലുള്ള എൻ്റെ വിഷ്വലാണ് കാണിക്കുന്നത്. കാണുന്നുണ്ടെന്ന് വരും. ഓക്കെ ഓക്കെ ഫൈൻ. ഇതാണ് പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റാണ് നിങ്ങൾ മാർക്കറ്റിൽ എത്തിക്കേണ്ടത്. ഇങ്ങനെ ഒരു പെന്ന് നിങ്ങൾ ഇതുപോലെ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് n നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, ആണല്ലോ. അപ്പോൾ ഇതിൽ എന്ത് ഇന്നോവേഷൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതാണ് അടുത്ത ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ ഈ ഒരു പെന്ന് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഈ പെന്ന് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെന്ന് ഉപയോഗിക്കുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഈ പെന്ന് ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രോബ്ലം ഉണ്ട്, ഇതിന് എഴുതുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ഇങ്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ ഫിസിക്കൽ സ്ട്രക്ചറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഈ കാര്യങ്ങൾ നിങ്ങൾ ഇനീഷ്യൽ സ്റ്റഡി ചെയ്യണം. ഓക്കെ, അതാണ് എംപത്തൈസ്. ഓക്കെ, അപ്പോൾ എംപത്തൈസ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമറുടെ വ്യൂ പോയിന്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് എംപത്തൈസ് സ്റ്റേജ്. ഒരു കസ്റ്റമർ, നിങ്ങൾ ഒരു കസ്റ്റമറായിട്ട് ഇമാജിൻ ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് രീതിയിൽ ഇത് കണ്ടുപിടിക്കാം. സർവേ നടത്താം, അല്ലെങ്കിൽ 1-to-1 ഇൻട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എന്താണ് ഈ ഒരു പ്രൊഡക്റ്റിനുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്, കണ്ടുപിടിക്കേണ്ട സ്റ്റേജ്. ഓക്കെ, അഗെയിൻ സ്ലൈഡ് കാണിക്കുകയാണ്. Okay, so that is the first stage, empathize. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമർ. ഞാൻ പറഞ്ഞ പോലെ എന്താണ് കസ്റ്റമർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ ഇന്നോവേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഇന്നോവേഷനിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട എന്തൊക്കെ പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങൾ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തു. ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഒരു പെന്ന് എടുക്കുകയാണെങ്കിൽ അതിനൊരു 4-5 പ്രോബ്ലംസ് ഉണ്ടെന്ന് കരുതുക. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പെന്നിന് ഒരു 5 പ്രോബ്ലം നിങ്ങൾ കണ്ടുപിടിച്ചു. കസ്റ്റമർ സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ 5 പ്രോബ്ലം കണ്ടുപിടിച്ചു. ഓക്കെ, ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റേജ്, ഡിഫൈൻ ദ പ്രോബ്ലം. എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് കണ്ടുപിടിച്ചു, അതിൽ ഏത് പ്രോബ്ലത്തിനെയാണ് നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇന്നോവേഷനാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പം ഈ 5 പ്രോബ്ലവും നിങ്ങൾ സോൾവ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അതിൽ ഒരു പ്രോബ്ലം ആവാം, 2 പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പ്രോബ്ലം ആണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഫോക്കസ് ചെയ്തിട്ട് യു മേക്ക് ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇപ്പോൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആക്കുക, അതാണ് സെക്കൻഡ് സ്റ്റേജ്, ഡിഫൈൻ ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇത് 0-ൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു കസ്റ്റമർ സ്റ്റഡി നടത്തുക, കസ്റ്റമേഴ്സിൻ്റെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക, പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്യുക, അതിൽ ഏത് പ്രോബ്ലത്തിനെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നോവേറ്റീവ് ഐഡിയ ഉപയോഗിച്ചിട്ട് ഏത് പ്രോബ്ലത്തിനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്രയും സ്റ്റേജിൽ ഒരിക്കലും നമ്മൾ എന്താണ് സൊല്യൂഷനിലേക്ക് എത്തിയിട്ടില്ല. ഇതുവരെ നമ്മൾ പ്രോബ്ലത്തെ മാത്രമാണ് കണ്ടിരുന്നത്. ഓക്കെ,
ഇനിയാണ് തേർഡ് സ്റ്റേജ്. ഓക്കെ, അതാണ് ഐഡിയേറ്റ്. ക്ലിയർ? അപ്പോൾ ഇതുവരെയുള്ള സ്റ്റേജ് എല്ലാം നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുത്തു, അവരുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, പ്രോബ്ലം ലിസ്റ്റ് ചെയ്തു, നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഡിഫൈൻ ചെയ്തു. ഇനിയാണ് നമ്മുടെ ബ്രെയിൻ ആക്ച്വലി വർക്ക് ചെയ്യേണ്ട സ്റ്റേജ്, ഐഡിയേറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഐഡിയ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളെ മനസ്സിൽ വരുന്ന ഒരു പിക്ചർ ഒരു ബൾബ് കത്തുന്ന ഒരു ഇമേജ് ആയിരിക്കും അല്ലേ? നിങ്ങൾ എവിടെ നെറ്റിലൊന്ന് വെറുതെ ഒന്ന് ഐഡിയ എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും കാണുന്ന ഒരു ഇമേജാണ് ഒരു ബൾബ് കത്തുന്ന, ഒരു യെല്ലോ കളർ ബൾബ്, ഒരു ഇൻകാൻഡസെന്റ് ബൾബ് കത്തുന്ന ഒരു ഇമേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, എന്താണത്? ബേസിക്കലി നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യാൻ തുടങ്ങേണ്ട സ്റ്റേജാണ് ഐഡിയേറ്റ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അത് കാണിക്കാൻ ഞാനിവിടെ ഒരു ബൾബ് കത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടീഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ബ്രെയിൻ സ്റ്റോമിങ്. ഈ സ്റ്റാർട്ടപ്പായിട്ട് നിങ്ങൾ എപ്പം നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു വേർഡാണ് ബ്രെയിൻ സ്റ്റോമിങ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പ്രോബ്ലം, ഈ 5 പ്രോബ്ലം, ഈ പെന്നിന്റെ 5 പ്രോബ്ലത്തിൽ നിന്ന് ഒരു പ്രോബ്ലം നിങ്ങൾ എടുത്തു. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള സൊല്യൂഷൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോഴും ഓർക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ടൈപ്പ് സൊല്യൂഷനും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. അത് ചിലപ്പോൾ നല്ല സൊല്യൂഷൻ ആവാം, ചിലപ്പോൾ മോശം സൊല്യൂഷൻ അല്ലെങ്കിൽ പൊട്ട സൊല്യൂഷൻ ആവാം. എന്ത് ടൈപ്പ് സൊല്യൂഷൻ ആണെങ്കിലും അതെല്ലാം നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇവിടെ ഒരിക്കലും ഏതാണ് സൊല്യൂഷൻ എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്പർ ഓഫ് സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. അതാണ് ഐഡിയേറ്റ്. ഇതിന് നമ്മൾ ഒരുപാട് സമയം എടുക്കണം, ബ്രെയിൻ സ്റ്റോം ചെയ്യണം, നമുക്ക് അറിയാവുന്ന എല്ലാ സോഴ്സുകൾ ഉപയോഗിക്കണം, നമ്മുടെ നോളജ് ഉപയോഗിക്കണം. നമുക്ക് വേറെ എവിടെന്നെങ്കിലും ആരൊക്കെ ഹെൽപ്പ് കിട്ടുമെങ്കിൽ അവിടെയൊക്കെ നോളജ് ഉപയോഗിക്കുക, ഐഡിയ ചെയ്യുക, ബ്രെയിൻ സ്റ്റോം ചെയ്യുക, നമ്മുടെ സൊല്യൂഷൻ മാക്സിമം നമ്പർ ഓഫ് സൊല്യൂഷൻസ് കണ്ടുവയ്ക്കും. 3 സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കയ്യിൽ n നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ഇനി ഈ സൊല്യൂഷൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പം നമുക്കറിയണം ഇത് വർക്ക് ചെയ്യോ ഇല്ലയോ നമുക്കറിയണം. നമ്മൾ കണ്ടുപിടിച്ച പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ക്യാപ്പബിൾ ആണോ ഈ സൊല്യൂഷൻസ് എന്നുള്ളത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് 4th സ്റ്റേജ്. ഓക്കെ, അതാണ് പ്രോട്ടോടൈപ്പിംഗ്. അപ്പോൾ പ്രോട്ടോടൈപ്പിംഗിൽ ചെയ്യുന്നത്, ഇപ്പോൾ ഈ പെന്നിൻ്റെ കേസാണ് നമ്മളെടുത്തത്. അപ്പോൾ ഈ പെന്നിന് നിങ്ങളുടെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അതിനെ മോഡിഫൈ ചെയ്യാം, ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് പ്രോട്ടോടൈപ്പിംഗ്. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഹാർഡ്വെയർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മോഡൽ പ്രോട്ടോടൈപ്പ് ചെയ്ത് നോക്കാം. ഒരുപാട് മെത്തേഡ്. ഓക്കെ, മെത്തേഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ എന്താണോ പ്രൊഡക്റ്റ് അതിൻ്റെ ഒരു ടൈപ്പ് ആദ്യം ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യും, വീണ്ടും അതിനെ ടെസ്റ്റ് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ മൾട്ടിപ്പിൾ ഇവാലുവേഷനും ടെസ്റ്റിങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ. ഓക്കെ, ഈ ലാസ്റ്റ് സ്റ്റേജാണ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഇവാലുവേഷൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന ടെസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് കസ്റ്റമറിന് ഡിസ്ട്രിബ്യൂട്ട് എന്നിട്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് കളയും. ഓക്കെ, ലാസ്റ്റ് സ്റ്റേജും ഫസ്റ്റ് സ്റ്റേജും ഓൾമോസ്റ്റ് കോറിലേറ്റഡ് ആണ്. എംപത്തൈസ്, ടെസ്റ്റ്, ഇത് രണ്ടും ഏകദേശം പ്രോസസ് തന്നെയാണ്. ഇത് രണ്ടും ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഫൈനലി നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് കസ്റ്റമർ ഷൂട്ട് ചെയ്യുക, കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. നിങ്ങൾ നോക്കാം. റിയൽ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യാൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കും. അവരുടെ ഏതൊരു സ്റ്റോർ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അവരുടെ ഡിവൈസ് എപ്പോഴും ഒരു ടേബിളിന്റെ മുഖത്ത് വെറുതെ ഇങ്ങനെ വെക്കുകയായിരിക്കും. ഓക്കെ, നമുക്ക് ചെന്ന് ആ ഡിവൈസ് എടുക്കാം, എടുത്ത് എക്സ്ചേഞ്ച് എങ്ങനെയാണ് കസ്റ്റമേഴ്സ് ഇതിനെ വാങ്ങിക്കാൻ ഇവിടെ ആക്ച്വലി കസ്റ്റമേഴ്സിന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനൊരു ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യും. വൺസ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സ് വാങ്ങിക്കും, വാങ്ങിക്കില്ല, പക്ഷെ അവിടെ കൂടുതൽ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ചാൻസ് ആണ്. ഇനി അവർ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പോലും ആ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആ പ്രോഡക്റ്റിന്റെ ഡ്രോബാക്ക്, അല്ലെങ്കിൽ എന്താണ് പ്രോഡക്റ്റ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡ് വെൽ ഡിഫൈൻഡ് പ്രോസസ് ആണ്. വേൾഡ് വൈഡ് മിക്ക ബിസിനസ് കമ്പനീസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസും പ്രോസസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് അല്ലെങ്കിൽ ടെക്നിക്കാണ്. ഇതിനെയാണ് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും ഡിസൈൻ തിങ്കിങ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ ഡിസൈൻ തിങ്കിങ്ങിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നമുക്ക് ഈ പറയുന്ന അറേഞ്ച് ചെയ്യാം. ഇപ്പോഴത്തെ തന്നെ പ്രൊഡക്റ്റ് ഞാൻ ആ ടേം പ്രൊഡക്റ്റിന് പറഞ്ഞ കോളേജിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രൊജക്റ്റ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് എവിടെയെങ്കിലും അടിച്ചു മാറ്റിയിട്ട് ഒരു സാധനം ചെയ്യും അല്ലേ? അല്ലെങ്കിൽ ചിലവരൊക്കെ തൊട്ടപ്പുറത്തെ കടയിൽ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്ന കടകളൊക്കെ ഉണ്ടാവും, അവിടെ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് കൊണ്ടുവരും. അങ്ങനെയല്ല ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പ്രോജക്റ്റ് ചെയ്യുമ്പോൾ
ശ്രദ്ധിക്കുക, ഈ പറയുന്ന എല്ലാ പ്രോസസ്സും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതുവരെ ചെയ്യാത്തവർ ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും നിങ്ങളൊന്ന് കണ്ണുപിടിക്കുക. നിങ്ങളുടെ ചുറ്റും ഓരോ ആൾക്കാരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഏത് പ്രോബ്ലത്തിനെയാണ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ആരും ഒരു പുതിയതായിട്ടുള്ളൊരു ഇൻവെൻഷൻ ഒന്നും ചെയ്യുന്നില്ല. ഓൾറെഡി ഉള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. എന്ത് അതിൽ ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവരാം, ഓക്കെ, അത് എന്തൊക്കെ രീതിയിൽ കൊണ്ടുവരാം, അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതിൻ്റെ എന്തായിരിക്കും കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റിനെ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ അതിനൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ പ്രോസസ്സിലൂടെ എല്ലാം നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർലി 90% നിങ്ങൾക്ക് അതിനൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ് ഏറ്റവും പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ വർക്ക് ഭാഗമായിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകളുണ്ട്, അവിടെ തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് ആക്കി മാറ്റി ശ്രമിക്കുക. അത് നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ട് നടക്കും. അതുപോലെ തന്നെ വൺസ് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനൊരു സ്റ്റാർട്ടപ്പിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് സ്റ്റാർട്ട് തുടങ്ങണം. അപ്പോൾ സ്റ്റാർട്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ആവശ്യം, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാം റിയൽ സിനാരിയോയിൽ. അതിൽ അറിയാം, സ്റ്റാർട്ടപ്പ് കാര്യം പറഞ്ഞാൽ നമുക്ക് ഫണ്ട് വേണം, നിങ്ങൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും, ഫെസിലിറ്റി കാര്യം ആവശ്യം. ഓക്കെ, ഇപ്പം നോർമലി നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ പോയിന്റ് ഓഫ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവണമെന്നില്ല അല്ലേ. നമ്മുടെ എല്ലാവരും സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊന്നും വലിയ കാര്യമൊന്നും ഇടാം, അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇൻക്യുബേറ്റർ പറയുന്നത് വളരെ ലോ സ്റ്റേജിൽ നിൽക്കുന്ന സ്റ്റാർട്ടപ്പ് ഐഡിയാസിനെ ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സെന്റേഴ്സിനെയാണ് നമ്മൾ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ TBS നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വർക്കിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ചെറിയൊരു ഫീ, വളരെ ചെറിയ ഫീസിലൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി വർക്ക് ചെയ്യാം. അവിടുത്തെ ചെറിയ ആൾക്കാരുമായിട്ട് ഡിസ്കഷൻ നടത്താനും നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ നെറ്റ്വർക്കിംഗ് സപ്പോർട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നൗ ടെക്നോളജി സപ്പോർട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് മെന്ററിംഗിൽ വരുന്നത്. മെന്ററിംഗ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഇപ്പം IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സിറ്റുവേഷനിൽ അതിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജി സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന TBS. ഒബ്വിയസ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങി ഒബ്വിയസ്ലി നമുക്ക് ഫണ്ട് ആവും. നമ്മുടെ വീട്ടിൽ തന്നെ ഫണ്ട് എടുക്കാൻ നിർബന്ധമില്ല. നിങ്ങൾക്ക് ഐഡിയ നല്ലതെങ്കിൽ ഫണ്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും, ഒരുപാട് കമ്പനീസ് ഉണ്ട്, ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. നിങ്ങൾ പലപ്പോഴും ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഓരോ സ്റ്റാർട്ടപ്പിനെയും ചില കമ്പനീസ് അക്വയർ ചെയ്തു. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയനെ ഫേസ്ബുക്ക് അക്വയർ ചെയ്തു, അല്ലെങ്കിൽ വേറെ വാട്സപ്പിനെ അക്വയർ ചെയ്തു. അപ്പോൾ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനീസ് ദേ ആർ റെഡി ടു ഫണ്ട്, അല്ലെങ്കിൽ ദേ ആർ റെഡി ടു അക്വയർ ടെക്നോളജി. അപ്പം അങ്ങനെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റേഴ്സ്, അവരുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി
അല്ലെങ്കിൽ ഇനി ഇൻവെസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ഓൺ ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രാൻഡിലൊക്കെ അല്ലെങ്കിൽ ഗ്രാൻഡ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സഹായങ്ങൾ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ചെയ്തു. ഓക്കെ, ഇനി ഈ TBIയിലൂടെ നിങ്ങൾ ഇൻക്യുബേറ്റ് ചെയ്തു, നിങ്ങളെ സ്റ്റാർട്ടപ്പ് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇനി വൺസ് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇൻക്യുബേഷൻ സ്റ്റേജിലല്ല, ഇനി നിങ്ങൾക്ക് എന്ത് വേണം? ഇതിനെ ആക്സിലറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്കെയിലപ്പ് ചെയ്യണം. ആ സ്കെയിലപ്പ് ചെയ്യാൻ നേരത്താണ് നിങ്ങൾ ഈ ഇൻക്യുബേറ്ററിൽ നിന്ന് മാറിയിട്ട് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പ്രോസസ്സിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് പതുക്കെ പതുക്കെ എസ്റ്റാബ്ലിഷ് ആയി ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഇനി നിങ്ങൾക്ക് ഇത് പറക്കണം അല്ലേ? ഈ പറക്കുന്ന സ്റ്റേജിനെയാണ് അല്ലെങ്കിൽ ക്വിക്ക് ഗ്രോത്തിനെയാണ് നമ്മൾ സ്കെയിലപ്പ് എന്ന് പറയാം. ഈ സ്കെയിലപ്പ് സ്റ്റേജിൽ നമുക്ക് ഇൻക്യുബേറ്റർ അല്ല ആവശ്യം, അവിടെ നമുക്ക് ആവശ്യം ബിസിനസ് ആക്സിലറേറ്റേഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ബിസിനസ് ആക്സിലറേറ്റേഴ്സ് ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുണ്ട്, ഗവൺമെൻറ് അല്ലാത്ത പ്രൈവറ്റ് ഏജൻസികളുണ്ട്. ഇവരും ചെയ്യുന്നതും ഓൾറെഡി ഇൻക്യുബേറ്റേഴ്സ് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ അത് കുറച്ചുകൂടി ഹയർ അല്ലെങ്കിൽ റേഞ്ച് മാറിയിട്ടുള്ള പ്രോസസ് ആയിരിക്കും. കുറച്ചുകൂടി ഹയർ റേഞ്ചിലുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് ബിസിനസ്സിന് സ്കെയിലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളായിരിക്കും ബിസിനസ് ആക്സിലറേറ്റേഴ്സ് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ലിസ്റ്റ് കാണിക്കാം ഓൾറെഡി നമ്മുടെ കേരളത്തിലുള്ള TBIs. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും TBIയിൽ നിങ്ങൾക്ക് ഇൻക്യുബേറ്റ് ചെയ്യാം. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ട് നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ TBIയിൽ ഇൻക്യുബേറ്റ് ചെയ്യാൻ വളരെ ചെറിയ ചിലവ് മതി. ഈ ചെറിയ ഒരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു TBIയിൽ പോയി ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സപ്പോർട്ടും ഈ TBI ചെയ്തു തരും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഏതൊക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ള TBIs. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇൻക്യുബേറ്റേഴ്സ് ഇൻ കേരള. ഇത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സൈറ്റാണ്. ഞാൻ ഇതിൻ്റെ എല്ലാ ലിങ്കും പ്രൊവൈഡ് ചെയ്യാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ഫോർ ഇൻക്യുബേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ വരുന്ന പ്രസന്റ് ചെയ്യുന്നുണ്ടോ? കാണുന്നില്ല, പ്രസന്റേഷൻ കാണലെന്ന് തോന്നുന്നു, വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ. എല്ലാവർക്കും അങ്ങനെയാണോ? കാണുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻക്യുബേറ്റേഴ്സ് ഇൻ കേരള. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഏർലി സ്റ്റേജിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എനിക്കുള്ള എല്ലാ ഇൻക്യുബേറ്റേഴ്സും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യാനുള്ള ഈ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും തൃശ്ശൂർ ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ തൃശ്ശൂർ എറണാകുളം നിയർ ബൈ ആയിരിക്കും. ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള ഇൻക്യുബേറ്റേഴ്സ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ഫിൽട്ടർ ചെയ്തിട്ട് വരും. ഇതിൽ ഫിൽട്രേഷൻ തന്നെ അഗൈൻ നിങ്ങളുടെ ഫീൽഡിനനുസരിച്ചിട്ട് അഗൈൻ നിങ്ങൾക്ക് ഓരോ ഇൻക്യുബേറ്ററും തരുന്ന ഫെസിലിറ്റി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ സെക്ടർ അനുസരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. IoT, റോബോട്ട്സ്, ഇലക്ട്രോണിക്സ്, സെഗ്മെന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഏരിയ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട്. ഇപ്പോൾ ഈ എറണാകുളം സീറ്റ് ആണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആണെങ്കിൽ തന്നെ ഇൻക്യുബേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻക്യുബേഷൻ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂർ ഓപ്പൺ കഴിഞ്ഞാൽ തൃശ്ശൂർ ഇപ്പം ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടമുള്ള പെർട്ടിക്കുലർ നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള ഇൻക്യുബേറ്റേഴ്സ് കാണണമെങ്കിൽ കറസ്പോണ്ടിങ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് കിട്ടുമോ ഇല്ലെന്നാണ്. നിങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് താല്പര്യമുണ്ട് ബിസിനസ് തുടങ്ങാൻ, പക്ഷെ ആ ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഫണ്ട് എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ എങ്ങനെ ഫണ്ട് കണ്ടെത്താം എന്നുള്ളത് പലർക്കും അറിയില്ല. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫണ്ടിങ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫണ്ട് നേടിയെടുക്കാം. ഞാൻ ഇവിടെ പറയുന്ന വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇതല്ലാതെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഞാൻ ചെറിയൊരു കാര്യം കൂടി പറയും. ഓക്കെ, അപ്പോൾ ജനറലി ഫണ്ടിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമുണ്ടോ അതിനെല്ലാം നമുക്ക് ജനറലി ഫണ്ടിങ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നോർമലി ഞാൻ നേരത്തെ എലിജിബിലിറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ടേൺ ഓവർ 100 crore ആയിരിക്കും എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇമാജിൻ ചെയ്യുക എത്ര ഹ്യൂജ് എമൗണ്ട് ആണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ഫണ്ട് ആവശ്യമുണ്ട്. ഈ കാര്യങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഓക്കെ, വൺസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച ഇൻക്യുബേറ്റേഴ്സ് തന്നെ നിങ്ങൾക്ക് ഈ ഫണ്ടിങ്ങിനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അതല്ലെങ്കിൽ
ഒരുപാട് ഗവൺമെന്റ് ഏജൻസികളുണ്ട്. ആ ഏജൻസി ത്രൂ നിങ്ങൾക്ക് ഫണ്ടിങ്ങിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ നോർമലി ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയിൽ നമുക്ക് ഫണ്ട് അക്വയർ ചെയ്യാം അല്ലെങ്കിൽ ഫണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് കേസ് ഗ്രാന്റ്, സെക്കൻഡ് ഇൻവെസ്റ്റ്മെന്റ്, തേർഡ് ലോണ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ 2 ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, 3ാമത്തെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഗ്രാൻഡ് ഇൻവെസ്റ്റ്മെന്റ്. നോർമലി ഒട്ടുമിക്ക സ്റ്റാർട്ടപ്സും അവരുടെ ഫണ്ട് കണ്ടെത്തുന്നത് ഈ 2 പ്രോസസ്സിനായിരിക്കും, ഗ്രാൻഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. ലോൺ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഗവൺമെന്റ് മീൻസ് ബാങ്കിൽ നിന്നോ മറ്റും എടുക്കുന്നതായിരിക്കും. പൊതുവെ സ്റ്റാർട്ടപ്സ് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരും ലോൺ തരില്ല. ഇപ്പൊ നിങ്ങളൊരു ബാങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു ലോണിന് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ലോണ് റിജക്റ്റ് ആയി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോവാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് ഈ പറയുന്ന ഗ്രാൻഡിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ത്രൂവോ നമുക്ക് ഫണ്ട് കണ്ടെത്താൻ. നോർമലി ഒട്ടുമിക്ക സ്റ്റാർട്ടപ്സും അവരുടെ ഫണ്ട് കണ്ടെത്തുന്നത് ഈ 2 പ്രോസസ്സിനായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് ഈ പറയുന്ന ഗ്രാൻഡിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ത്രൂവോ ഫണ്ട് കണ്ടെത്താൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന ഗ്രാൻഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് വർക്ക് ചെയ്യുന്നത്? അപ്പൊ അതിൽ ആദ്യത്തെ ഫണ്ടിങ് എന്ന് പറയുന്നത് ബൂട്ട് സ്ട്രാപ്പിംഗ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന ഗ്രാൻഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതിൽ ആദ്യത്തെ ഫണ്ടിങ് എന്ന് പറയുന്നത് ബൂട്ട് സ്ട്രാപ്പിംഗ് ആണ്. ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലിയുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ എമൗണ്ട് നിങ്ങൾ കളക്ട് ചെയ്യാം. നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ അതിനെയാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യും. അതാണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. സെക്കൻഡ് വൺ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളെ സ്റ്റാർട്ടപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഐഡിയ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് കണ്ടുവച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഇൻവെസ്റ്റ് അല്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടെന്ന് കരുതാം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരാൾ റെഡി ടു ഇൻവെസ്റ്റ്. ഓക്കെ, അപ്പോൾ അവരെയാണ് നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഇപ്പം ഞാനാണ് നിങ്ങളുടെ ഐഡിയക്ക് ഫണ്ട് ചെയ്യാൻ ഞാൻ റെഡിയാണ്, എനിക്ക് നിങ്ങളുടെ ഐഡിയ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാവും. അപ്പം ഞാനാണ് ഇവിടുത്തെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ഈ പറയുന്ന ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഇത് നിങ്ങൾ നേരിട്ട് ചെന്നാൽ കിട്ടണമെന്നില്ല. അപ്പോൾ അതിനാണ് ഈ ഗവൺമെൻറ് ഏജൻസികൾ. ആ ഗവൺമെൻറ് ഏജൻസികൾ ത്രൂ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ദെൻ ക്രൗഡ് ഫണ്ടിങ്. ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഐഡിയ നിങ്ങളൊരു കോമൺ പ്ലാറ്റ്ഫോമിൽ പ്രസന്റ് ചെയ്യുക. നിങ്ങളുടെ പ്രസന്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഫണ്ട് ചെയ്യാൻ റെഡി ആകുക. അവരെല്ലാം ചെറിയ 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 എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഓക്കെ, ദെൻ വെഞ്ചർ ക്യാപിറ്റൽ. എഗെയിൻ നിങ്ങൾക്ക് ഫണ്ടിന് ആവശ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന ഷെയർസോ അല്ലെങ്കിൽ അതുപോലെ ഒരു ഏജൻസി ഉണ്ടെന്ന് കരുതാം. നിങ്ങൾക്ക് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ IPO ആണ് ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് IPO ആയിട്ട് അല്ലെങ്കിൽ IPOയിലേക്ക് നിങ്ങളുടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫൈനലി എത്തിച്ചെല്ലേണ്ടത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ ഷെയർ പബ്ലിക് സെക്ടറിലേക്ക് സെല് ചെയ്ത് ഒരു ഇക്വിറ്റി ആയിട്ട് മാറ്റും. ഓക്കെ, അതാണ് IPO. ഇനി ലാസ്റ്റ് വണ്ണാണ് ആക്വിസിഷൻ. അതായിരിക്കും നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്ക് വാട്സപ്പിനെ അക്വയർ ചെയ്തു. വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ അക്വയർ ചെയ്തു. നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ മൊത്തമായിട്ട് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ അക്വയർ ചെയ്തു കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലെല്ലാം നിങ്ങൾക്ക് ഫണ്ടിങ് അക്വയർ ചെയ്യാം. ഈ പറഞ്ഞ കാര്യമൊന്നും വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് അല്ല. ഇതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഫണ്ടിനെ കുറിച്ചാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി നമുക്ക് ഏതൊക്കെ രീതിയിൽ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഫണ്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് ഞാൻ മെൻഷൻ ചെയ്തത്. ഇനി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക്
ഫണ്ട് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫണ്ട് കണ്ടുപിടിക്കാവുന്ന കുറച്ച് കാര്യങ്ങളോട് ഞാൻ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനിയാണ് ഒരു സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ ഗവൺമെൻറ് ഓഫ് കേരളയുടെ അണ്ടറിൽ വരുന്ന ഒരു ഏജൻസി ഉണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KSM എന്ന് ഷോർട്ടായിട്ട് വിളിക്കും. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് നമ്മുടെ കേരളത്തിൽ സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഇനീഷ്യേറ്റീവിൽ വരുന്ന നോഡൽ ഏജൻസി. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ടപ്സിനോടൊക്കെ താല്പര്യമുള്ളവർ ഷുവറായിട്ട് കേട്ടിരിക്കുന്ന ഒരു ഏജൻസി ആയിരിക്കും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഓക്കെ, അപ്പോൾ ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് നമ്മുടെ നോഡൽ ഏജൻസി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സും അല്ലെങ്കിൽ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും തരാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഏജൻസി അല്ലെങ്കിൽ മിഷനാണ് അല്ലെങ്കിൽ എൻറ്റിറ്റിയാണ് ഈ പറയുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഓക്കെ, അപ്പോൾ അവിടെ മെൻറ്ററിങ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻക്യുബേഷൻ സപ്പോർട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞ ആക്സിലറേഷൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫണ്ടിങ് സപ്പോർട്ട് ഉണ്ട്. ഫണ്ടിങ് അവർ നേരിട്ട് തരുന്ന ഫണ്ടുകളുണ്ട്, അതല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോ വർക്കിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തന്നെ പല ഡിസ്ട്രിക്റ്റുകളിലും ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ചെറിയ ചെറിയ മീൻസ് സെൻറ്റേഴ്സ് ഉണ്ട്. മെയിൻലി 2 സെൻറ്റേഴ്സ്, ഒന്ന് എറണാകുളത്തും ഒന്ന് ട്രിവാൻഡ്രത്തും ഉണ്ട്. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എറണാകുളം കളമശ്ശേരിയിൽ അവരുടെ ഒരു മെയിൻ സെൻറ്റർ ഉണ്ട്. അവിടെ ഒരു വലിയൊരു ക്യാമ്പസിൽ തന്നെ അവർ കോ വർക്കിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ടെക്നോളജി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെറ്റ്വർക്കിംഗ് സപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ സിമിലർ സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ സിമിലർ ടെക്നോളജി യൂസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ സ്റ്റുഡൻസ് കോളേജിൽ പൊതുവെ സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഏജൻസിയാണ് അല്ലെങ്കിൽ സെന്ററാണ് IEDC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ IEDCs ഈ പറയുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ എല്ലാ IDCസിനും എല്ലാ കോളേജിലും ഒരു നോഡൽ ഓഫീസർ ഉണ്ടാവും. അപ്പോൾ ഈ നോഡൽ ഓഫീസറാണ് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങളുടെ കോളേജിന് കണക്ട് ചെയ്യാവുന്ന ഒരാൾ. ഈ നോഡൽ ഓഫീസർ ത്രൂ നിങ്ങൾക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് കോൺടാക്ട് ചെയ്യാം, ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റീസും യൂസ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം വളരെ സ്മോൾ എമൗണ്ട് ഓഫ് ഫീയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന പോലത്തെ വലിയ എമൗണ്ട് ഒന്നുമില്ല ഇവരുടെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ. ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത് കാരണം ഒരുപാട് ഫിനാൻഷ്യൽ ബെനിഫിറ്റും കാര്യങ്ങളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇവരുടെ സൈറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ഗൂഗിളിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഹോം പേജ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവർ കണ്ടക്ട് ചെയ്യുന്ന ഇവന്റ്സ്, ടോട്ടൽ നമ്മുടെ കേരളത്തിൽ എത്ര സ്റ്റാർട്ടപ്സ് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്, എത്ര ഗ്രാൻഡ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫണ്ട് എത്ര എണ്ണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എത്ര ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്, എത്ര വർക്കിംഗ് സ്പേസ് ഉണ്ട്, ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക താല്പര്യമുള്ളവർ. ഒരുപാട് ആക്ടിവിറ്റീസ് അവർ അക്രോസ് ദ കേരള കണ്ടക്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പം ഇത്രയും നേരം എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാമെന്ന് പറഞ്ഞു, ഏതൊക്കെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാം, ഫണ്ടിങ് എങ്ങനെ കളക്ട് ചെയ്യാം, ഏത് ഏജൻസിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റാർട്ടപ്പ് നിങ്ങൾ തുടങ്ങാൻ റെഡിയായി. ഓക്കെ, ഇനി ഇതിന് ഒരു ലീഗൽ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ സ്റ്റാർട്ടപ്പിന്. അപ്പോൾ അത് എങ്ങനെ നേടിയെടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ ഏതൊരു സ്റ്റാർട്ടപ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഒരു കമ്പനി ആയിട്ട് വേണം രജിസ്റ്റർ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടീമായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ഒരു 3-4 സിമിലർ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു ടീം ഫോം ചെയ്യാം. അപ്പോൾ ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടാവും. ചിലവർക്ക് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ലായിരിക്കും, ചിലവർക്ക് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ലായിരിക്കും. അങ്ങനെ ഒരു ടീം ഫോം ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCAയുടെ അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത് 2 രീതിയിൽ രജിസ്റ്റർ ചെയ്യാം, 2-3 രീതിയിൽ രജിസ്റ്റർ ചെയ്യാം. പക്ഷെ പൊതുവെ സ്റ്റാർട്ടപ്സ് എല്ലാം രജിസ്റ്റർ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇനി എന്തിനാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അഡ്വാൻറ്റേജ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഈ കാര്യം ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യാന്നുള്ളതൊന്ന് റഫായിട്ട് പറയാം. നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം. ഓക്കെ, അപ്പോൾ നോർമലി
നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റാർട്ടപ്പ് നിങ്ങളുടെ ഒരു ലൊക്കാലിറ്റി മാത്രം ഫോക്കസ് ചെയ്തിട്ടാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ജില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ആ ഏരിയയിൽ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റാർട്ടപ്പ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൊപ്പറൈറ്റർഷിപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് അല്ലെങ്കിൽ ഫണ്ട് എടുത്ത് സ്റ്റാർട്ടപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ആ ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം സെല് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ചെറിയൊരു രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ അതിനെ പ്രൊപ്പറൈറ്റർഷിപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓണർ നിങ്ങളാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് വളരെ സിമ്പിളാണ്. ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ആയി കിട്ടും. ഓക്കെ, പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ആർക്കും അതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ മാത്രമായിരിക്കും അതിൻ്റെ എൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡ്, നിങ്ങളുടെ അഡ്രസ് പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂ ആ ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാം ലയബിലിറ്റി വരുന്നത് നിങ്ങളിൽ മാത്രമായിരിക്കും. അതാണ് പ്രൊപ്പറേറ്റർഷിപ്പ്. സെക്കൻഡ് വണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, LLP എന്ന് പറയും. ഓക്കെ, LLP എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനി ഒരു LLP അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഒരു LLP ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള ഒരു ലയബിലിറ്റി വന്ന് ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടം നിങ്ങളായിട്ട് ഏറ്റെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഒരു സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റിയാണ്. ആ എൻറ്റിറ്റിക്ക് ഒരു പാൻ കാർഡോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു നഷ്ടമോ അല്ലെങ്കിൽ ആ നഷ്ടത്തിൻ്റെ മുഴുവനായിട്ട് നിങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി. ഓക്കെ, ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക കമ്പനികൾ. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേപ്പർ വർക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു ലീഗൽ അഡ്വൈസറുടെ സപ്പോർട്ട് കൂടി മാത്രമേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമോ അല്ലെങ്കിൽ അതുപോലുള്ള ഗ്രാൻറ്റിനോ നിങ്ങൾ എലിജിബിൾ ആവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന രജിസ്ട്രേഷൻ. അപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫോമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ദെൻ ഈ രജിസ്ട്രേഷൻ മുന്നേ വേണ്ടത് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിന് ഒരു നെയിം വേണം അല്ലേ. ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന് A എന്ന് പറയുന്ന ഒരു നെയിം അല്ലെങ്കിൽ B എന്ന് പറയുന്ന ഒരു നെയിം കൊടുത്തെന്ന് കരുതുക നിങ്ങളുടെ കമ്പനിക്ക്. ആ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം എക്സിസ്റ്റിംഗ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇപ്പം നെയിം അവൈലബിലിറ്റി ചെക്ക് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഈ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ പേര് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഈ പറയുന്ന നെയിം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ അല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേര് എടുക്കാം, എന്നിട്ട് ആ പേര് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് രജിസ്റ്റർ അണ്ടർ MC ആൻഡ് ഗെറ്റ് കമ്പനി ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഓക്കെ, ഇത് ആക്ച്വലി ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ കമ്പനിക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ വരും. ഈ നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഗവൺമെൻറ് സ്കീമിലോ കാര്യങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് എല്ലാ ഡോക്യുമെന്റിലും നിങ്ങൾക്ക് ഈ നമ്പർ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് അത് കൺസിഡർ ചെയ്യും. അപ്പോൾ അതാണ് സെക്കൻഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് ആ സൈറ്റ് കാണിക്കാം താല്പര്യമുള്ളവർക്ക് വേണ്ടി. ഓക്കെ, ഇതാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഇതിൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ സെക്കൻഡ് സ്റ്റേജ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ തേർഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട് സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാനാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യ യുണീക്ക് ID എന്ന് പറയുന്ന ഒരു ID നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ID ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയെ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അഗൈൻ ബെനിഫിറ്റ് ഇൻ ദ സെൻസ് ടാക്സ് എക്സംഷൻസ് ഉണ്ട്. നിങ്ങളുടെ കമ്പനിയിൽ നോർമലി കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ GST കാര്യങ്ങളെല്ലാം ഫയൽ ചെയ്യേണ്ടി വരും. അതിൻ്റെ ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യണം, ലീഗൽ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഫിനാൻഷ്യലോ അല്ലെങ്കിൽ മെൻറ്റർ സപ്പോർട്ടിങ്ങോ കിട്ടും. ഈ ടാക്സ് എക്സംഷൻസ് ഉണ്ട്, പല സ്കീമുകളുണ്ട്. ആ സ്കീമിന് തന്നെ എലിജിബിൾ ആവണമെങ്കിൽ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ
സൈറ്റിൽ കൂടി രജിസ്റ്റർ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സ്കീമിനും നിങ്ങൾക്ക് എലിജിബിൾ ആവാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇവിടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗെറ്റ് യുവർ യുണീക്ക് ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. എന്നിട്ട് അത്രയും സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു യുണീക്ക് ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് പറയുമ്പോൾ വളരെ 4 സ്റ്റെപ്പേ ഉള്ളൂ എങ്കിൽ ഇതിന് ഒരുപാട് പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. ഇനിയാണ് ഞാൻ നേരത്തെ ഫണ്ടിങ് പറഞ്ഞ സമയത്ത് ഞാൻ മെൻഷൻ ചെയ്തത് ഗ്രാൻഡ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഫണ്ടിങ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അല്ലെങ്കിൽ കണ്ടെത്താവുന്ന ഒരു മെത്തേഡാണ് ഗ്രാൻഡ്. ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് അത്ര എളുപ്പമല്ല. കുറച്ച് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ഈസി നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഫണ്ട് കണ്ടെത്താവുന്ന കാര്യമാണ് ഗ്രാൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാൻഡ് പല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കിട്ടാവുന്ന ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസി. ഇതല്ലാതെ പല സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ അണ്ടറിൽ ഗ്രാൻഡുകൾ വരുന്നുണ്ട്. വേറെയും ഗവൺമെൻറ് ഏജൻസികൾ ഗ്രാൻഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ വരുന്ന പല സ്കീമുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രാൻഡുകളാണ്. ഇത് അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാനൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഡിയ ഗ്രാൻഡ് എന്ന് പറയുന്ന ഗ്രാൻഡാണ്. ഈ ഐഡിയ ഗ്രാൻഡ് അഗെയിൻ 2 ഗ്രാൻഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ലാഖിൻ്റെ ഒരു ഗ്രാൻഡും 3 ലാഖിൻ്റെ ഒരു ഗ്രാൻഡും. ഓക്കെ, 2 ലാഖ് ഐഡിയ ഗ്രാൻഡ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത് അതിനെ പ്രൊഡക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഐഡിയ ഗ്രാൻഡിന് അപ്ലൈ ചെയ്യാം. അതിനൊരു ഷോർട്ട് ലിസ്റ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ നിങ്ങൾ കടന്നു കഴിയുകയാണെങ്കിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ലക്ഷം വരെ ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഗ്രാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ ഗ്രാൻഡും. ഇതൊന്നും നിങ്ങൾ ഒരു സ്റ്റേജിലും തിരിച്ചടക്കേണ്ടതായിട്ടില്ല. ഓക്കെ, ചില സിറ്റുവേഷൻസിൽ തിരിച്ചടക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ യാതൊരു രീതിയിൽ ഈ ഗ്രാൻഡ് യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം തിരിച്ചടക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, അതല്ല നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് തിരിച്ചടക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് 2 ലക്ഷം വരെ ഗ്രാൻഡ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ നിങ്ങളുടെ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റിൽ നിന്നാണ് ഒരു പ്രൊഡക്റ്റിലോട്ട് എത്തണമെങ്കിൽ ആ പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജിനാണ് ഈ 2 ലക്ഷം ഗ്രാൻഡ് വരുന്നത്. 3 ലക്ഷത്തിൻ്റെ ഗ്രാൻഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ആയി കഴിഞ്ഞാലാണ് 3 ലക്ഷത്തിൻ്റെ ഗ്രാൻഡ്. ഓക്കെ, ഈ 2 എണ്ണം ഐഡിയ ലെവലിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഗ്രാൻഡുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടൊരു ഐഡിയ മാത്രമുള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്ക് 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം വരെയുള്ള ഗ്രാൻഡ് റെഡിലി അവൈലബിൾ ആണ്. ഈ ഗ്രാൻഡ് കിട്ടാൻ വളരെ ഈസിയാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. അവരൊരു ഓൺലൈനോ അല്ലെങ്കിൽ ഓഫ്ലൈനോ ആയിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തും. ആ ഇൻ്റർവ്യൂയുടെ ബേസിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ വയബിൾ ആണ്, ഫീസിബിൾ ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റിൽ ഈ ഗ്രാൻഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റൈസേഷൻ ഗ്രാൻഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയയ്ക്ക് ഒരു ഗ്രാൻഡ് കിട്ടി. ഈ ഗ്രാൻഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിനെ പ്രോട്ടോടൈപ്പ് ചെയ്തു. ഈ പ്രോട്ടോടൈപ്പിനെ നിങ്ങൾക്കൊന്ന് സ്കെയിലപ്പ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ പ്രൊഡക്റ്റായിട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് 7 ലാഖിൻ്റെ ഒരു ഗ്രാൻഡ്. ഓക്കെ, അടുത്ത തേർഡ് വണ്ണ് വിമൻ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമായിട്ടുള്ള പ്രൊഡക്റ്റൈസേഷൻ ഗ്രാൻഡ് ആണ്. ഇത് ആക്ച്വലി ഞാൻ സെക്കൻഡ് ആയിട്ട് കാണിച്ച ഈ ഗ്രാൻഡിന്റെ ഒരു അഡീഷണൽ ആയിട്ട് ഗേൾസിനോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനോ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രാൻഡാണ്. 12 ലാഖ് വരെ ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ മാർക്കറ്റ് അക്സലറേഷൻ ഗ്രാൻഡ്. ഇതെല്ലാം വൺസ് നിങ്ങൾ സ്റ്റാർട്ടപ്പ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രം കിട്ടുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന ഈ പ്രൊഡക്റ്റൈസേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് അക്സലറേഷൻ ഗ്രാൻഡ്, സ്കെയിലപ്പ് ഗ്രാൻഡ്, R&D റിസർച്ച് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് ഒരു ഐഡിയ മാത്രമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് 2 ലക്ഷത്തിൻ്റെ ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച ഓരോരോ സ്റ്റേജ് കടന്ന് മുന്നേറാനുള്ള പല ഗ്രാൻഡുകളാണ് സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരോ സ്റ്റേജിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രാൻഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ റിസർച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കെയിലപ്പിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾക്ക് എത്രമാത്രം ഗ്രാൻഡ് കിട്ടുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, പക്ഷെ ഫണ്ട് ഇല്ല എന്നുള്ള ഒരൊറ്റൊരു കാരണം കൊണ്ട് നിങ്ങൾ ആ ഐഡിയ മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ഐഡിയ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഐഡിയ സക്സസ് ആക്കാൻ റെഡി ആണെങ്കിൽ ഈ പറയുന്ന ഗ്രാൻഡ് കിട്ടാൻ നിങ്ങൾ എലിജിബിൾ ആണ്. ഓക്കെ, ഈ ഗ്രാൻഡിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ഈ സൈറ്റിലൊന്ന് നോക്കുക. സ്റ്റാർട്ടപ്പ് മിഷന്റെ സൈറ്റിൽ കയറിയിട്ട് ഗ്രാൻഡ് എന്ന് പറയുന്ന ടാബ് ഉണ്ട്, അതിന്റെ അണ്ടറിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് IEDC ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല, കാരണം ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കോളേജിലെല്ലാം IEDC ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ IEDC എന്ന് പറയുന്നത് സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫാക്കൽറ്റി, അക്കാദമിക് ഫ്രട്ടേണിറ്റി അവരുടെ ഇടയിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഇന്നവേഷൻ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സെൻ്ററാണ് IEDC, ഇന്നോവേഷൻ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, ഓൾറെഡി സമയം കുറച്ച് അധികമായി. ജസ്റ്റ് മനസ്സിലാക്കുക, IEDCs നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കോളേജ് ലെവലുള്ള ഏജൻസിയാണ്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ IEDCന്റെ ലിസ്റ്റ് കാണാം. ഓൾറെഡി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പോളിയിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ പോളിയിലോ IEDCs അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് IEDC കോർഡിനേറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എങ്ങനെ ഈ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഈ ഐഡിയ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ 1-2 എക്സാമ്പിൾസ് കാണിക്കാം. ഓൾറെഡി കോളേജിൽ സ്റ്റുഡൻസ് ആയിരുന്നവർ കോളേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ടപ്സ്. ഓക്കെ, ഇതിൽ ചിലവർക്കൊക്കെ അറിയാവുന്നതായിരിക്കാം. ഫസ്റ്റ് ജെൻ റോബോട്ടിക്സ്, ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്സ് ആണ്. ജെൻ റോബോട്ടിക്സ് ആണ് ഫസ്റ്റ് കമ്പനി. നിങ്ങളെല്ലാവരും റീസെന്റ് ആയിട്ട് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ട്രിവാൻഡ്രത്ത് ഒരു തൊഴിലാളി ഓട ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ സമയത്ത് അതിൽ വീണ്, മഴ പെയ്ത് വെള്ളം വാട്ടർ ഫ്ലോ ഹൈ ആയത് കാരണം അതിൽ വീണു, അപകടം പറ്റി മരിച്ചു എന്നുള്ള ഒരു ന്യൂസ് എല്ലാവരും ഒരു മാസം മുന്നേ നമ്മളെല്ലാവരും ന്യൂസിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പം കാലങ്ങൾക്ക് മുമ്പ്, കുറച്ച് കാലം മുമ്പ് വരെ ഈ പറയുന്ന ഓടകളും മറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ ലേബേഴ്സിനെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ ഓടയിലൂടെ എന്തൊക്കെ രീതിയിലുള്ള വേസ്റ്റ് ആണ് പോകുന്നത്, എന്താണ് അതിന്റെ ക്വാളിറ്റി, വെള്ളത്തിന്റെ ക്വാളിറ്റി എല്ലാം അറിയാം. അപ്പൊ അവിടെ നമുക്കൊരു മനുഷ്യനെ വെച്ച് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് അത്ര ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചതാണ് ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് മാറിയത്. അപ്പൊ അവര് MES കുറ്റിപ്പുറം എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അവരിപ്പോൾ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു റോബോട്ടിക് ഫേം ആയിട്ട് ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് മീൻസ് ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ അവർ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വണ് iRove എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇതൊരു അണ്ടർ വാട്ടർ ഡ്രോൺ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. ഇത് അലുമിനി CETയിലെ ട്രിവാൻഡ്രത്ത് CETയിലെ അലുമിനി ആയിരുന്നു ഇത് ഫൗണ്ടർ. ഇത് രണ്ടും തൃശ്ശൂർ ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ മുന്നേ വർക്ക് ചെയ്ത കോളേജിലെ സ്റ്റുഡൻസ് സ്റ്റാർട്ട് ചെയ്ത കമ്പനീസ് ആണ്. അതിൽ ആദ്യത്തേത് സാറോ ബയോടെക് എന്ന് പറയുന്ന കമ്പനി. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കുക്കിയാണ്, സ്പൈറുലിന പ്രോട്ടീൻ കുക്കി എന്നാണ്. അപ്പോൾ നജീബ് എന്നായിരുന്നു ഈ കമ്പനിയുടെ ഫൗണ്ടറിന്റെ പേര്. ഞാൻ ആ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു കമ്പനിയാണ് ഈ സാറോ ബയോടെക്. ദെൻ ഈ കാണിച്ചിരിക്കുന്ന കമ്പനി കാസറോ ക്രമറി എന്ന് പറയുന്നത് ചീസ് മാനുഫാക്ചറിങ് നടത്തുന്ന ഒരു കമ്പനിയാണ്. അത് തൃശ്ശൂർ ഇരിങ്ങാലക്കുടയാണ് അവരുടെ ഫാക്ടറി ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻഡസ്ട്രി വിസിറ്റ് ഒക്കെ വേണമെങ്കിൽ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന അവർ പുറത്ത് പഠിക്കാൻ പോയ സമയത്ത് കണ്ടതായിരുന്നു ചീസ് മാനുഫാക്ചർ ചെയ്യുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു മേഖലയിൽ ഒരു കമ്പനി തുടങ്ങിയതാണ് കാസറോ ക്രമറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വേണമെങ്കിൽ പോലും നമുക്കൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ബേസിക് ലെവലിൽ നിന്ന് ഒരു സ്റ്റാർട്ടപ്പിനെ ഡെവലപ്പ് ചെയ്ത് വരേണ്ടത്, എവിടെ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കണ്ടെത്താം, ഫണ്ടിങ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു റഫ് ആയിട്ടുള്ളൊരു ഐഡിയ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും ഡിസ്കഷൻ
ഇല്ല എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയും. താങ്ക് യു സാർ. നമ്മുടെ ഈ സെക്ഷൻ്റെ ഫീഡ്ബാക്കിന് വേണ്ടി ഞാൻ ഒരു ഗൂഗിൾ ഫോം നമ്മുടെ ഫീഡ്ബാക്ക് ലിങ്കിൽ മെസ്സേജിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസും അതിലൊന്ന് ഫില്ല് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ സ്റ്റുഡൻസിൻ്റെ ഉള്ള സംശയങ്ങളും അതുപോലെ നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ ഹലോ, പറഞ്ഞോളൂ സാർ. സാറേ, ഇതിന്റെ ചെറിയ ഡൗട്ടുകൾ ചോദിക്കാനായിരുന്നു. ഈ കുട്ടികളുടെ പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഈ കിട്ടുന്ന ഫണ്ട്, ഞാൻ എൻ്റെ ഒരു ആശങ്കയാണ് ഈ പറയുന്നത്. അതായത് ഈ പിള്ളേരോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അൺസക്സസ്ഫുൾ ആവുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റും ഇപ്പൊ ശരിയാണെന്ന് നിർബന്ധമില്ലല്ലോ. ഓക്കെ, അപ്പോ അതിൽ അൺസക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതാണ് സാറേ ഞാൻ പറഞ്ഞത്. ഗ്രാൻഡ് കേരള സാറേ ഓക്കെ രണ്ടും കൂടി പറഞ്ഞോട്ടെ. കേരള സ്റ്റാർട്ട് കമ്മീഷനിൽ പോയായിരുന്നു കളമശ്ശേരി. അപ്പൊ എനിക്ക് ഞാൻ എന്റെ മനസ്സിൽ കണ്ട കാര്യങ്ങൾ പറയണം. അവരുടെ ഒരു അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തൊട്ട് ഫീൽ ചെയ്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ മെഷീൻസ് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ പോളിടെക്നിക്കിൽ ബേസ് ചെയ്ത പിള്ളേർക്കൊക്കെ പൊതുവെ എല്ലാത്തിലും കുറവാണ്. കാരണം ഇപ്പൊ അവർക്ക് 3D പ്രിന്റിംഗ് ആണെങ്കിൽ എല്ലാവർക്കും ഒന്നും ആ ഫെസിലിറ്റി. അതേപോലെ CNC ലൈറ്റ് ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് ഒരു അറിയുന്നുണ്ടെങ്കിൽ CNC ലൈറ്റ് റെന്റ് എടുത്തിട്ട് നിങ്ങൾ ചെയ്തോളാം എന്ന് പറയണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഐഡിയ കൊണ്ടുവരുമ്പോൾ, ഞാൻ പിന്നെ അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം തന്നെ, അവർ പറയുന്ന കാര്യങ്ങൾ ഇലക്ട്രോണിക്സ് കമ്പോണന്റുള്ള ഐഡിയകളാണ് അവർ പ്രിഫർ ചെയ്യുന്നതെന്ന് പറയണം. അങ്ങനെ വരുമ്പോൾ ഒരു മെക്കാനിക്കൽ സ്റ്റുഡന്റ് എങ്ങനെ, അവൻ ഇപ്പോഴുള്ള എല്ലാ പ്രൊജക്ടുകളിലും ഇലക്ട്രോണിക്സ് അറ്റാച്ച് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു ഐഡിയ ഓക്കെയാണ്, പക്ഷെ അതിൽ ഇലക്ട്രോണിക്സ് കയറണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഇതിനെ കുറിച്ച് വലിയ നോളജ് ഇല്ല. ആ കുട്ടി സാർ ഡൗട്ട് ക്ലിയർ ആണ്. സാർ ആദ്യം പറഞ്ഞത് ഫണ്ടിങ്ങിന്റെ കേസാണ് സാർ ആദ്യം ചോദിച്ചത്. അതായത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് സ്റ്റുഡൻസിന് കിട്ടാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗ്രാന്റ് എന്ന് പറയുന്ന ഐഡിയ ഗ്രാന്റ്, ഞാൻ നേരത്തെ കാണിച്ച ഐഡിയ ഗ്രാന്റ്. നോർമലി ഒരു പോളിടെക്നിക് സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നമുക്ക് 3 ഇയർ കോഴ്സിനുള്ളിൽ നമ്മളുടെ ഒരു ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ ഒരു കുട്ടി ഐഡിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഫണ്ട് അപ്ലൈ ചെയ്ത് ഗ്രാന്റ് കിട്ടണമെങ്കിൽ നാച്ചുറലി ഒരു 1 ഇയർ നെക്സ്റ്റ് ഇയറിലായിരിക്കും ആ ഗ്രാന്റ് കിട്ടാൻ സാധ്യത. ഓക്കെ, ഈ ഗ്രാന്റ് ഉപയോഗിച്ചിട്ട് ഈ കുട്ടിക്ക് ചിലപ്പം ആ ഒരു പഠിക്കുന്ന സമയത്ത് ഇത് ചെയ്ത് തീർക്കാൻ പറ്റണമെന്നില്ല. സപ്പോസ് ഇത് പറ്റില്ല, അത് സക്സസ് ആവുന്നില്ലെങ്കിൽ പോലും ഗ്രാന്റ് ആണ് അത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പൊതുവെ തിരിച്ചു വാങ്ങിക്കാറില്ല. ഇനി സപ്പോസ് നിങ്ങൾക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്ന ഒരു പ്രോസസ്സ്, ഇപ്പോൾ ആ കുട്ടി പാസ് ഔട്ട് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ ഗ്രാന്റ് നിലനിർത്തണമെങ്കിൽ തൊട്ടും താഴെ വരുന്ന ജൂനിയർ സ്റ്റുഡൻസ്, ആ ജൂനിയർ സ്റ്റുഡൻറ്റിനെ നമുക്ക് അസൈൻ ചെയ്യാം. അതല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഫാക്കൽറ്റിക്ക് ഈ ഫണ്ട് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ കോളേജ് ലെവലിൽ തന്നെ നിങ്ങൾക്ക് അത് തീരുമാനിക്കാം. അല്ല, ഞാൻ ചോദിക്കുന്നത് അതപ്പോ ഒരു മാനസിക വിഷമം ഉണ്ടാക്കൂലെന്ന് ഞാൻ ചോദിക്കുന്നത്. കുട്ടിക്ക് ഇത്ര ഫണ്ട് കിട്ടി, എനിക്കത് സക്സസ് ആക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഈ ഫാക്കൽറ്റിക്ക് എനിക്ക് സക്സസ് ആക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇത് അവിടെ കിടക്കില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. സാറേ ഇത് സ്റ്റാർട്ടപ്സിന്റെ എപ്പോഴും ഒരു കാര്യം എന്താ വെച്ചാൽ ഫെയിലിയർ എന്ന് പറയുന്ന സാധനം ഉണ്ട്. അപ്പൊ അത് എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു സ്റ്റാർട്ടപ്പ് ഒരു നമ്മൾ സ്റ്റോറി അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളോട് ചോദിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു 3-4 ഐഡിയാസ് വർക്ക് ചെയ്തിട്ടായിരിക്കാം അയാൾ സക്സസിലോട്ട് എത്തിയിട്ടുണ്ടാവും. ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് നമ്മൾ മാനസികമായിട്ട് അതിന് പ്രിപ്പയർ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം സക്സസ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ അത് എന്താ പറയാ, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആ ലെവലിലോട്ട് എത്തുമ്പോഴായിരിക്കാം ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ കുറച്ച് കൂടുക. അതല്ലാതെ നമ്മൾ ഗ്രാന്റ് ബേസ്ഡ് ആണ് ഫണ്ടിങ് റേസ് ചെയ്യുന്നതെങ്കിൽ അത്ര വലിയൊരു പ്രോബ്ലത്തിലോട്ട് അത് മാറില്ല. ഇനി സ്റ്റാർട്ടപ്പ് മിഷന്റെ കേസ് സാറ് പറഞ്ഞത്
നമ്മുടെ പൊതുവെ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രോബ്ലമാണ്. ആക്ച്വലി നമ്മുടെ കേരളത്തിൽ IT അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് കൂടുതലും. ഓക്കെ, അപ്പോൾ ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷനും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്, അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫോക്കസ് ചെയ്തിരുന്നത് IT ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്നുള്ള രീതിയിലായിരുന്നു അവർ സ്റ്റാർട്ടിങ്. പിന്നീട് അവർ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഇലക്ട്രോണിക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അവര് എന്റെ അറിവിൽ ശരിയാണെങ്കിൽ എറണാകുളത്തുള്ളതിൽ മേക്കർ വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും സാറ് പോയിട്ടുണ്ടാകും. അവിടെയാണ് സാർ പറഞ്ഞ 3D പ്രിന്റർ അല്ലെങ്കിൽ മില്ലിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ലിമിറ്റേഷൻ ആണ്. ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ഫീൽഡ് അല്ലെങ്കിൽ IT ബേസ്ഡ് സോഫ്റ്റ്വെയർ ബേസ്ഡ് സ്റ്റാർട്ടപ്സിനെയാണ് അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളതിൽ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇനി അതല്ലാതെ ഇപ്പം ഫോർ എക്സാമ്പിൾ TBIs, ഞാൻ നേരത്തെ പറഞ്ഞ TBIs ഉണ്ട്. ഈ TBIs ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉണ്ട്. TBIയിൽ ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫെസിലിറ്റി കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും നമ്മള് കുറച്ച് നോളജബിൾ ആയിരിക്കണമല്ലോ. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സിന്റെ കിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? അങ്ങനെ 100% ഇപ്പം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക്, ഇപ്പം ഞാനാണ് തുടങ്ങുന്നതെങ്കിൽ എനിക്ക് അതിൽ എല്ലാം അറിഞ്ഞിരിക്കണം നിർബന്ധമില്ല. അപ്പൊ എനിക്ക് അറിയാത്ത കാര്യത്തിന് വേണമെങ്കിൽ ഒരു ടീം ചെയ്യാം. ഇപ്പം അറിയുന്ന ഒരാളെ പോയി കഴിഞ്ഞാൽ അവരൊരു ഹെൽപ്പ് തരില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കണതേ. ഇപ്പൊ ഒരു മെക്കാനിക്കൽ സ്റ്റുഡന്റ് ഒരു മെഷീൻ ഉണ്ടാക്കാൻ പോകണം, ഒരു ചെറിയ മെഷീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ വേണ്ട ഒരു വീൽ ചെയർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഈ കുട്ടിക്ക് വീൽ ചെയർ ഉണ്ടാക്കാൻ അറിയാം, ഇലക്ട്രിക് മോട്ടോർ ഫിറ്റ് ചെയ്യാൻ അറിയാം. പക്ഷെ ഈ കൺട്രോളർ ഉണ്ടാക്കാനായിട്ട് ആ കുട്ടി അറിയേണ്ട കാര്യമില്ലല്ലോ. മെക്കാനിക്കൽ സ്റ്റുഡന്റ് അറിയാൻ നല്ലത്, അറിയേണ്ട കാര്യമില്ല. അപ്പൊ എനിക്ക് ഇത്ര സ്പീഡും ഇത്ര ആർപിയറും ഉള്ള ഒരു കൺട്രോളർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യും? അതാണ് എനിക്കൊരു ആ ഒരു പ്രശ്നം സോൾവ് ആയി തന്നെ ഒരു 70% മെക്കാനിക്കൽ പ്രോജക്റ്റുകളും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. സാറ് നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ഇതനുസരിച്ചിട്ട്, ഒരു സ്കീം അനുസരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് നമ്മൾ പ്രോജക്ട്, ഇന്റർ ഡിസിപ്ലിനറി, അതായത് സാർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇലക്ട്രോണിക്സിലെ സ്റ്റുഡൻസ് ഫാക്കൽറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഈ പറയുന്ന ഡെവലപ്മെന്റ് ചെയ്യാം. പോസിബിലിറ്റി പുറത്ത് ചെയ്യാനായിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ, നമ്മുടെ കേരളത്തിൽ അങ്ങനെ ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. സാറ് പറഞ്ഞതിന്റെ പ്രശ്നം ഞാൻ പറയാം. പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ ഡിസിപ്ലിനറി പോകും. ഞാൻ പ്രൊജക്ട് ഇനിഷ്യേറ്റ്, മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആണ് പ്രൊജക്ട് ഇനിഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ടീമിന് ചിലപ്പോൾ ഇതിൽ വലിയ ഇതുണ്ടാവില്ല. അപ്പൊ ഈ സമയബന്ധിതമായിട്ട് ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. നമ്മള് പറയുന്നത് ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുത്താലും അല്ല ഞാൻ പറയണത് ഒരു 80% അങ്ങനെ തന്നെയാണ്. നമ്മളെ പ്രൊജക്ട് അങ്ങനെയാണ്.